പെബിൾസ് മലയാളം. ഒരു കാട്ടിൽ ഒരു സിംഹം താമസിച്ചിരുന്നു. ആ കാട്ടിലെ രാജാവായിരുന്നു സിംഹം. ആ സിംഹത്തിന്റെ 2 കൂട്ടുകാരായിരുന്നു കാക്കയും കുറുക്കനും. അവർ രണ്ടുപേരും സിംഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. സിംഹം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ അവർ രണ്ടുപേരും കഴിക്കും. കാടിന് തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരു മരം വെട്ടുകാരൻ താമസിച്ചിരുന്നു. മരം വെട്ടുകാരൻ എല്ലാ ദിവസവും അവന്റെ മഴുവുമായി കാട്ടിൽ പോകുമായിരുന്നു. ഒരു ദിവസം മരം വെട്ടുകാരൻ കാട്ടിൽ മരം വെട്ടുകയായിരുന്നു. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സിംഹം അവനെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇത് കണ്ട ഉടനെ ബുദ്ധിമാനായ മരം വെട്ടുകാരൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു, "സന്തോഷം രാജാവേ, ഈ കാട്ടിലെ രാജാവായ അങ്ങയെ കണ്ടതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്." സിംഹത്തിന് ആശ്ചര്യമായി. "എന്നെ കണ്ടതിൽ നിങ്ങൾക്ക് സന്തോഷമോ? നിങ്ങൾ എന്നെ ഭയപ്പെടുന്നില്ലേ?" ഇത് കേട്ട് മരം വെട്ടുകാരൻ പറഞ്ഞു, "ഞാൻ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നു. നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്റെ ഭാര്യ നല്ല രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അവൾ തയ്യാറാക്കിയ പച്ചക്കറികൾ അങ്ങേക്ക് ഇഷ്ടമാവും." അപ്പോൾ സിംഹം പറഞ്ഞു, "നിങ്ങൾക്കറിയില്ലേ ഞാൻ മാംസാഹാരം മാത്രമേ കഴിക്കൂ എന്ന്." അപ്പോൾ മരം വെട്ടുകാരൻ പറഞ്ഞു, "നിങ്ങൾ എന്റെ ഭാര്യ തയ്യാറാക്കിയ പച്ചക്കറികൾ കഴിച്ചാൽ പിന്നീട് മാംസാഹാരം കഴിക്കില്ല." സിംഹത്തിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അതിനാൽ മരം വെട്ടുകാരന്റെ ക്ഷണം സ്വീകരിച്ചു. സിംഹം കരുതി, ഇന്ന് എന്റെ കൂടെ കുറുക്കനും കാക്കയും ഇല്ലാഞ്ഞത് നന്നായി. അവർ എന്നെ കളിയാക്കുമായിരുന്നു. സിംഹത്തിന് ഭക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. നല്ല രുചികരമായ ഭക്ഷണം. ഞാൻ ഇതുവരെ ഇത്രയ്ക്ക് രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇത്രയേറെ നല്ല ഭക്ഷണം. മരം വെട്ടുകാരൻ പറഞ്ഞു, "അങ്ങേക്ക് സ്വാഗതം. എല്ലാ ദിവസവും എന്റെ കൂടെ ഭക്ഷണം കഴിക്കാം. എന്നാൽ ആരും തന്നെ അറിയരുത്. നമ്മൾ തമ്മിലുള്ള സൗഹൃദം." സിംഹം അത് സമ്മതിച്ചു. എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ സിംഹം മരം വെട്ടുകാരന്റെ അടുത്ത് എത്തും. അവരുടെ സൗഹൃദം വളരെ ദൃഢമായിരുന്നു. കാക്കയ്ക്കും കുറുക്കനും ആകാംക്ഷയായി. എന്തുകൊണ്ടാണ് സിംഹം വേട്ടയാടൽ നിർത്തിയത്? സിംഹം വേട്ടയാടിയില്ല എങ്കിൽ നമ്മൾ പട്ടിണിയിലാവും, കുറുക്കൻ പറഞ്ഞു. "നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. സിംഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ നമുക്കൊന്ന് ശ്രമിക്കാം," കാക്ക പറഞ്ഞു. അടുത്ത ദിവസം കാക്കയും കുറുക്കനും സിംഹത്തെ പിന്തുടർന്നു. അവർ മരം വെട്ടുകാരന്റെ കൂടെ സിംഹം ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. "ഇതാണ് സിംഹം വേട്ട നിർത്തിയത്," കുറുക്കൻ കാക്കയോട് പറഞ്ഞു. "നമുക്ക് ഭക്ഷണം ലഭിക്കണമെങ്കിൽ സിംഹവും മരം വെട്ടുകാരനുമായുള്ള സുഹൃത്ത് ബന്ധം ഇല്ലാതാവണം." സിംഹം വൈകിട്ട് തന്റെ ഗുഹയിലേക്ക് വന്നപ്പോൾ കുറുക്കനും കാക്കയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ സിംഹത്തോട് പറഞ്ഞു, "രാജാവേ, അങ്ങ് ഞങ്ങളെ മറന്നു. അങ്ങ് വേട്ടയാടൽ നിർത്തിയാൽ ഞങ്ങൾ പട്ടിണിയിലാവും." കേട്ട സിംഹം പറഞ്ഞു, "ഞാൻ മാംസാഹാരം കഴിക്കുന്നത് നിർത്തി. ഞാൻ ഒരു സുഹൃത്തിനെ കണ്ടെത്തി. അന്ന് മുതലാണ് ഈ മാറ്റം വന്നത്." കാക്ക പറഞ്ഞു, "ഞങ്ങളും ആ സുഹൃത്തിനെ കാണാൻ ആഗ്രഹിക്കുന്നു." അടുത്ത ദിവസം മരം വെട്ടുകാരൻ തന്റെ സുഹൃത്തിനെ കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ശബ്ദം കേട്ടത്. ബുദ്ധിമാനായ അദ്ദേഹം പെട്ടെന്ന് തന്നെ മരത്തിന്റെ മുകളിൽ കയറി. അദ്ദേഹം കണ്ടു, ദൂരെ നിന്ന് സിംഹവും കാക്കയും കുറുക്കനും ഒരുമിച്ച് വരുന്നത്. സിംഹവും സുഹൃത്തുക്കളുമായുള്ള എന്റെ സൗഹൃദം വളരെ കാലം നിലനിൽക്കില്ല എന്ന് അദ്ദേഹം തനിയെ പറഞ്ഞു. സിംഹം മരം വെട്ടുകാരനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, "താഴേക്ക് വരൂ, ഞാൻ നിങ്ങളുടെ സുഹൃത്താണ്. ഞങ്ങളോടൊപ്പം കൂട്ടുകൂടൂ." മരം വെട്ടുകാരൻ പറഞ്ഞു, "നിങ്ങൾ എനിക്ക് നൽകിയ വാഗ്ദാനം മറന്നു. അങ്ങനെ വാഗ്ദാനം മറക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ ഭക്ഷണമാക്കുകയും ചെയ്യും. നമ്മുടെ സൗഹൃദം നിങ്ങൾ മറക്കുകയും ചെയ്യും." ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണ് കൂട്ടുകാരെ?
ഒരിക്കലും വാഗ്ദാനങ്ങൾ ലംഘിക്കരുത്. ഒരു കൂട്ടം തവളകൾ. ഒരു കാലത്ത് ഒരു കൂട്ടം തവളകൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവർ കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് 2 പേർ ഒരു വലിയ കുഴിയിൽ വീണുപോയി. മറ്റു തവളകൾ കുഴിയുടെ ചുറ്റും നിന്ന് പറഞ്ഞു, എന്തൊരാഴമുള്ള കുഴിയാണ്, പാവം തവളകൾ, അവർക്കിനി രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും കുഴിയിൽ വീണ 2 തവളകളും മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ചേയില്ല. അവർ അവരുടെ ശ്രമം തുടങ്ങി. അപ്പോഴും മുകളിലുള്ള തവളകൾ പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതിൽ ഒരു തവള മറ്റു തവളകൾ പറയുന്നത് കേട്ട് തനിക്ക് രക്ഷപ്പെടാനാവില്ലെന്ന് കരുതി. ഒരുപാട് പരിശ്രമത്തിനൊടുവിൽ അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ മറ്റേ തവള ഇതൊന്നും കേൾക്കാതെ മുകളിലേക്ക് എത്താൻ വേണ്ടി വീണ്ടും വീണ്ടും പ്രയത്നിച്ചു. അല്പസമയത്തിനകം അവൻ മുകളിലെത്തി. അപ്പോൾ മറ്റു തവളകൾ ചോദിച്ചു, നീ ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കുകയും കാണുകയും ചെയ്തിരുന്നില്ലേ? അപ്പോൾ തവള പറഞ്ഞു, എനിക്ക് കേൾവിശക്തി കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കരുതി നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന്. പെബിൾസ് മലയാളം.